11th SCERT തേർഡ് ലെസൺ വൈദ്യുത കാന്തിക പ്രേരണം ഈ ചാപ്റ്ററിന്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് പാർട്ടിൽ നമ്മൾ തുടങ്ങുന്നത് ഗ്രഹവൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഏറ്റവും ആദ്യം നോക്കേണ്ടത്. ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടിന്റെ ഒരു ട്രീ സിസ്റ്റം ട്രീ സിസ്റ്റം ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ട്രീ സിസ്റ്റത്തിലെ കണക്ഷൻസ് എങ്ങനെയാണ് പോയിട്ടുള്ളത് നോക്കാം. ഓൾറെഡി നമ്മൾ പറഞ്ഞു വിതരണ ട്രാൻസ്ഫോമറിന്റെ ഔട്ട്പുട്ടിൽ നിന്ന് 4 വയറുകളാണ് പുറത്തേക്ക് വരുന്നതെന്ന്. അതിൽ ഒരു ന്യൂട്രലും 3 ഫേസും ആണ്. അതാണ് ഈ മുകളിൽ കാണിച്ചിട്ടുള്ളത്. കണ്ടോ, 3 ഫേസും ഒരു ന്യൂട്രലും ആണ്. 3 ഫേസ് ഒരു ന്യൂട്രൽ കണ്ടോ. അതിൽ നിന്ന് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും, ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ആണ് ഇവിടെ. റെഡ് കളറിൽ ഫേസ് ലൈനും ഒരു ബ്ലാക്ക് കളറിൽ ന്യൂട്രൽ ലൈനും. ഇത് വന്നിട്ട് ഒരു കിലോവാട്ട് അവർ മീറ്റർ. ഈ കിലോവാട്ട് അവർ മീറ്റർ എന്ന് പറഞ്ഞാൽ അറിയാലോ എന്താണ് കിലോവാട്ട് അവർ മീറ്റർ. നമ്മുടെ വീടുകളിലൊക്കെ കിലോവാട്ട് അവർ മീറ്റർ സ്ഥാപിച്ചിട്ടുണ്ട് വൈദ്യുതോർജ്ജം അളക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഈ കിലോവാട്ട് അവർ മീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ നിന്ന് മെയിൻ സ്വിച്ചിലേക്കും. അപ്പോൾ ഈ മെയിൻ ഫ്യൂസ് സ്ഥാപിക്കുന്നത് എവിടെയാണ്? കിലോവാട്ട് മീറ്ററിന്റെയും മെയിൻ സ്വിച്ചിന്റെയും ഇടയ്ക്കാണ് ഈ ഒരു മെയിൻ ഫ്യൂസ് സ്ഥാപിച്ചിരിക്കുന്നത്. അതിൽ നിന്ന് ELCB കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ELCBയിൽ നിന്ന് MCB വിതരണ ബോർഡിലേക്കും, അതിൽ നിന്ന് സ്വിച്ച് ബോർഡിൽ നിന്ന് വിവിധ ഉപകരണങ്ങളിലേക്കും. ഈ രീതിയിലാണ് വീടുകളിൽ വൈദ്യുതീകരണം നടക്കുന്നത്. ഇതാണ് പിക്ചർ. ഇനി നമുക്ക് ഇവിടെ പച്ച കളറിൽ ഒരു വയർ തന്നിട്ടുണ്ട്. ഇതെന്താണ്? അത് എർത്ത് ആണ്. അപ്പൊ ഈ ഗ്രഹവൈദ്യുതീകരണ സർക്യൂട്ടില് ഫേസും ന്യൂട്രലും അല്ലാതെ വേറെ മൂന്നാമതൊരു ലൈൻ ഉള്ളത് എർത്താണ്, പച്ച കളറിൽ അല്ലെ. വാട്ട് അവർ മീറ്റർ എന്താന്ന് നോക്കാം. വൈദ്യുതോർജ്ജം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. കിലോവാട്ട് അവർ എന്ന യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. ഇത് യൂണിറ്റ് എന്നും അറിയപ്പെടുന്നുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. വാട്ട് അവർ മീറ്റർ വൈദ്യുതോർജ്ജം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ. കിലോവാട്ട് അവർ യൂണിറ്റിലാണ് വൈദ്യുതോർജ്ജം അളക്കുന്നത്. ഇതിന് നമ്മൾ യൂണിറ്റ് എന്നും പറയും. അപ്പോൾ ഒരു യൂണിറ്റ് വൈദ്യുതോർജ്ജം എന്ന് പറഞ്ഞാൽ 1 കിലോവാട്ട് അവർ ആണ്. വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റ് കിലോവാട്ട് അവർ ആണ്. 1000 വാട്ട് എന്ന് വെച്ചാൽ 1 കിലോവാട്ട്. 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. 1 കിലോവാട്ട് അല്ലെങ്കിൽ 1000 വാട്ട് പവർ ഉള്ള ഒരു ഉപകരണം 1 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴാണ് 1 കിലോവാട്ട് അല്ലെങ്കിൽ 1 കിലോവാട്ടിനെയാണ് 1 കിലോവാട്ട് അവറിനെയാണ് എന്ത് പറയുന്നത്? 1 യൂണിറ്റ് എന്ന് പറയുന്നത്. 1 യൂണിറ്റ് വൈദ്യുതോർജ്ജം ഉപയോഗിക്കുന്നത്. ഇനി ഈ ഉപയോഗിച്ച വൈദ്യുതോർജ്ജം കണക്കാക്കാൻ വേണ്ടിയിട്ട് ഒരു സമവാക്യം നമുക്ക് തന്നിട്ടുണ്ട്. കിലോവാട്ട് അവറിലുള്ള ഊർജം കണക്കാക്കാൻ വേണ്ടിയിട്ട് വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ 1000. കിലോവാട്ട് അവറിലുള്ള ഊർജം കണക്കാക്കാനായിട്ടുള്ള സമവാക്യമാണ് വാട്ടിലുള്ള പവർ ഇൻറ്റു മണിക്കൂറിലുള്ള സമയം ഡിവൈഡഡ് ബൈ 1000. ഇനി ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. 750 വാട്ട് പവർ ഉള്ള ഒരു ഗ്രൈൻഡർ 2 മണിക്കൂർ പ്രവർത്തിക്കുമ്പോഴുള്ള വൈദ്യുതോർജ്ജം കണക്കാക്കണം. അപ്പൊ എന്താണ്? വാട്ടിലുള്ള പവർ എത്രയാണ്? 750 ആണ്. 750 ഇൻറ്റു മണിക്കൂറിലുള്ള സമയം 2 മണിക്കൂറാണ്. 750 ഇൻറ്റു 2 ഡിവൈഡഡ് ബൈ എത്രയാണ് ചെയ്യേണ്ടത്? 1000 ആണ് ചെയ്യേണ്ടത്. അപ്പൊ 1.5 യൂണിറ്റ് കിട്ടും. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഈ ഒരു യൂണിറ്റ് ആണ് എന്ത്? കിലോവാട്ട് അവർ എന്ന് പറയുന്നത്. 1.5 കിലോവാട്ട് അവർ എന്ന് നമുക്ക് എഴുതാനായിട്ട് സാധിക്കും. ഇനി അടുത്തത് ഗാർഹിക വൈദ്യുത വിതരണത്തിൽ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗങ്ങൾ. സുരക്ഷാ ഫ്യൂസ് ആണ് ഏറ്റവും ആദ്യം. ഫ്യൂസ് സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതാണ് അല്ലെ. സർക്യൂട്ടിനെ സംരക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇനി നമുക്ക് പഠിക്കാനുള്ളത് സർക്യൂട്ട് ബ്രേക്കറുകളെ കുറിച്ചാണ്. സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറയുമ്പോൾ MCB, ELCB, അതുപോലെ തന്നെ RCCB, അങ്ങനെ 2-3 സർക്യൂട്ട് ബ്രേക്കറുകൾ ഉണ്ട്. അപ്പൊ MCB എന്താണ്? മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ ആണ് MCB. ELCB ആണെങ്കിലോ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. പിന്നെ അതുപോലെ തന്നെ RCCB ഉണ്ട്. RCCB ആണ് ഇപ്പോൾ ELCBക്ക് പകരം ഏറ്റവും കൂടുതലായിട്ട് സുരക്ഷ ഉറപ്പുവരുത്തുന്ന ഒരു സർക്യൂട്ട് ബ്രേക്കർ. അപ്പൊ RCCB റെസിഡ്യൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ. അപ്പോൾ MCBയെ കുറിച്ചും അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ നോക്കാം. MCB ഫ്യൂസിന് പകരമായിട്ട് ശാഖാ സർക്യൂട്ടുകളിൽ
ഫ്യൂസിന് പകരമായിട്ട് ശാഖാ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കുന്ന സംവിധാനമാണ് MCB അല്ലെങ്കിൽ മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ. സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ട് അല്ലെങ്കിൽ ഓവർലോഡ് എന്നിവ മൂലം അമിത വൈദ്യുതി പ്രവാഹം ഉണ്ടാകുമ്പോൾ MCB സ്വിച്ച് സ്വയം നിയന്ത്രിതമായിട്ട് സർക്യൂട്ട് വിച്ഛേദിക്കപ്പെടുന്നു. സർക്യൂട്ടിലെ പ്രശ്നം പരിഹരിച്ച ശേഷം MCB സ്വിച്ച് ഓണാക്കി സർക്യൂട്ട് പൂർവ്വസ്ഥിതിയിലാക്കാനായിട്ട് സാധിക്കും. വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗപ്പെടുത്തിയാണ് MCB പ്രവർത്തിക്കുന്നത്. ഇത് ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് വെച്ചേക്കാം. വൈദ്യുതിയുടെ താപഫലവും കാന്തിക ഫലവും ഉപയോഗപ്പെടുത്തിയിട്ടാണ് മിനിയേച്ചർ സർക്യൂട്ട് ബ്രേക്കർ പ്രവർത്തിക്കുന്നത്. ഫ്യൂസിന് പകരമായിട്ട് നമ്മൾ ശാഖാ സർക്യൂട്ടിലാണ് ഈ ഒരു MCB യൂസ് ചെയ്യുന്നത്. അപ്പോൾ സർക്യൂട്ടിൽ ഷോർട്ട് സർക്യൂട്ടോ അല്ലെങ്കിൽ ഓവർലോഡോ ഒക്കെ വരുമ്പോൾ MCB എന്ത് ചെയ്യും? സ്വയം നിയന്ത്രിക്കും അല്ലെ? സ്വയം നിയന്ത്രിച്ചിട്ട് സർക്യൂട്ട് ബ്രേക്ക് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം സോൾവ് ചെയ്ത് കഴിയുമ്പോൾ MCB വീണ്ടും ഓൺ ആക്കാം. അപ്പോൾ വൈദ്യുതിയുടെ താപഫലവും അതുപോലെ കാന്തിക ഫലവുമാണ് ഈ MCB പ്രയോജനപ്പെടുത്തുന്നത് എന്നുള്ളത് ഓർക്കുക. ഇനി അടുത്തത്, ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വിച്ഛേദിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ഓർ ELCB ബ്രേക്ക് ചെയ്യുന്നത്. ഇൻസുലേഷൻ തകരാറ് മൂലം അല്ലെങ്കിൽ മറ്റ് സർക്യൂട്ടിലെ മറ്റ് കറണ്ട് ലീക്ക് ഒക്കെ ഉണ്ടാകുമ്പോൾ ELCB അതിന് ഹെൽപ്ഫുൾ ആവുന്നുണ്ട്, അത് ഡിറ്റക്ട് ചെയ്യാൻ അല്ലേ. ഇതുമൂലം വൈദ്യുത സർക്യൂട്ടോ ഉപകരണമോ ആയി സമ്പർക്കത്തിൽ വരുന്നവർക്ക് ഷോക്ക് ഏൽക്കാതെ ELCB നമ്മളെ ഹെൽപ്പ് ചെയ്യും. ELCB എന്ന് പറയുമ്പോൾ എന്താണ്? എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇൻസുലേഷൻ തകരാർ മൂലമോ മറ്റോ സർക്യൂട്ടിൽ കറണ്ട് ലീക്ക് ഉണ്ടായാൽ സർക്യൂട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് വിച്ഛേദിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്രേക്കർ ഹെൽപ്പ് ചെയ്യുന്നത്. ഇനി ELCBക്ക് പകരം കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ് RCCB. എന്താണ്? റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ആണ്. റെസിഡ്യുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ ആണ്. ഇതിനൊക്കെ ഇമേജ് ഇവിടെ തന്നിട്ടുണ്ട്. MCB, അതുപോലെ ELCB, RCCB. ഈ RCCBയിലാണെങ്കിൽ എങ്ങനെയാണ് വരിക? RCCBയിലാണെങ്കിൽ ഇതിന് എവിടെ ഈ പോയിന്റ് തന്നിട്ടുണ്ട്, ഇത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. RCCBയിലാണെങ്കിൽ നോക്കിക്കോളും, ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറണ്ട് ലീക്ക് തിരിച്ചറിഞ്ഞ് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനമാണ് ഉള്ളത്. RCCBയിൽ ഫേസ് കറണ്ടും ന്യൂട്രൽ കറണ്ടും തമ്മിലുള്ള വ്യത്യാസത്തിലൂടെ കറണ്ട് ലീക്കേജ് തിരിച്ചറിഞ്ഞിട്ട് സർക്യൂട്ട് വിച്ഛേദിക്കുന്ന സംവിധാനമാണ് RCCBയിലുള്ളത്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന RCCB ആണ്. അതാണ് കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തുന്നതെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇനി ഇതിൽ സർക്യൂട്ട് ബ്രേക്കർ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് യൂസ് ഇല്ല, അതിനെക്കൊണ്ട് പ്രത്യേകിച്ച് അതുകൊണ്ട് അത് പഠിച്ചിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് MCB എങ്ങനെയാണ്, ELCB എങ്ങനെയാണ്, അതുപോലെ RCCB എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, അതെങ്ങനെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എന്നുള്ള കാര്യം മാത്രമാണ് നോക്കേണ്ടതുള്ളൂ. ഓക്കെ, ഇനി വേണ്ടത് 3-പിൻ പ്ലഗും എർത്തിങ്ങും ആണ്. 3-പിൻ പ്ലഗ്, എർത്തിങ്. അപ്പോൾ ഒരു വയറിങ് കൊടുത്തിരിക്കുന്നത്, അതിൽ നമ്മൾ എങ്ങനെയാണ് എർത്തിങ് തിരിച്ചറിയുന്നത്? അപ്പോൾ എർത്തിൻ്റെ ഒരു ഗ്രീൻ കളറിലായിരിക്കും ഉണ്ടാവുക കേട്ടോ. എർത്ത് ഗ്രീൻ കളറിലാണ് ഉണ്ടാവുന്നത്. ബ്ലാക്ക് ആണെങ്കിൽ ന്യൂട്രൽ ആയിരിക്കും, അതുപോലെ തന്നെ റെഡ് ആണെങ്കിൽ അത് ഫേസ് ലൈനും ആയിരിക്കും. റെഡ് ഫേസ് ലൈൻ ആയിരിക്കും, ഗ്രീൻ ആണെങ്കിൽ എർത്ത് ആയിരിക്കും, അതുപോലെ ബ്ലാക്ക് ആണെങ്കിൽ ന്യൂട്രലും ആയിരിക്കും. ഇനി അടുത്തത് ഇവിടെ തന്നിട്ടുണ്ട് 3-പിൻ പ്ലഗും എർത്തിങ്ങിനെ കുറിച്ച്. ചില ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടിയിട്ട് 3-പിൻ പ്ലഗുകളാണ് ഉപയോഗിക്കുന്നത്. ഇവിടെ നമുക്കൊരു അയൺ ബോക്സിൻ്റെ ആണ് തന്നിട്ടുള്ളത്. ഇനി എർത്തിങ് എങ്ങനെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കിക്കോളൂ, 3-പിൻ പ്ലഗിലെ E എന്ന പിന്ന് എർത്ത് ലൈനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. അറിയാലോ 3-പിൻ പ്ലഗ് എന്ന് പറയുമ്പോൾ, ഒന്ന് സൂം ചെയ്യാം. ഇതാണ് 3-പിൻ പ്ലഗ്. ഇതാണ്. അപ്പോൾ ഇതിൽ ഒരു നീണ്ടൊരു ഭാഗം ഉണ്ടായിരിക്കും അല്ലേ, ഏറ്റവും നീണ്ടൊരു ഭാഗം ഉണ്ടായിരിക്കും. ഇത് 2 മറ്റു പിന്നുകളും ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ നോക്കിക്കോളൂ, എർത്തിങ് 3-പിൻ പ്ലഗിലെ E എന്ന പിൻ, അതായത് ഏറ്റവും വലിയ പിന്ന് E എന്ന പിൻ എർത്ത് ലൈനുമായി സമ്പർക്കത്തിൽ വരുന്നു. ഈ പിൻ ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ ഏതെങ്കിലും കാരണത്താൽ ചട്ടക്കൂടിന് വൈദ്യുതി ബന്ധം വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് വയറിലൂടെ ഭൂമിയിലേക്ക് ഒഴുകുന്നു. എർത്ത് വയർ കനം കൂടിയതിനാൽ പ്രതിരോധം കുറഞ്ഞ സർക്യൂട്ടിലൂടെ ഭൂമിയിലേക്കുള്ള വൈദ്യുതിയുടെ ഒഴുക്കിന്റെ തീവ്രത കൂടുന്നു. തന്മൂലം ഫ്യൂസ് വയറിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന താപം വർദ്ധിച്ച് ഫ്യൂസ് വയർ ഉരുകിയോ ELCB പ്രവർത്തിച്ചോ വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടുന്നു. ഇത് ഉപകരണത്തിന്റെയും അത് കൈകാര്യം ചെയ്യുന്ന ആളിന്റെയും സുരക്ഷ ഉറപ്പുവരുത്തുന്നു. ഒന്നുകൂടെ നോക്കാം. 3-പിൻ പ്ലഗിലെ E എന്ന് എഴുതിയിട്ടുള്ള E എന്ന പിന്ന് എർത്ത് ലൈനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. ഓക്കെ, ഈ എർത്തിങ്ങിന്റെ പ്രതീകമാണ് ഈ കാണിച്ചിരിക്കുന്നത് കേട്ടോ. ഇപ്പൊ 3-പിൻ പ്ലഗിലെ E എന്ന പിന്ന് എർത്ത് ലൈനുമായിട്ട് സമ്പർക്കത്തിൽ വരുന്നു. ഈ പിൻ ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായി ബന്ധിപ്പിച്ചിരിക്കുന്നതിനാൽ, നമ്മളിപ്പോൾ ഈ അയൺ ബോക്സിന്റെ അതിനകത്ത് കണ്ടോ, ഇത് ഉപകരണത്തിന്റെ ചട്ടക്കൂടുമായിട്ട് ഫ്രെയിമുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുണ്ട്, ആ പച്ച കളർ അല്ലേ. അപ്പൊ അതുകൊണ്ട് തന്നെ
ഏതെങ്കിലും കാരണത്താൽ ചട്ടക്കൂട്ടിൽ വൈദ്യുതി ബന്ധം വരികയാണെങ്കിൽ വൈദ്യുതി എർത്ത് ലൈനിലൂടെ ഭൂമിയിലേക്ക് ഒഴുകും. എർത്ത് വയർ കനം കൂടിയതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് പ്രതിരോധം കുറഞ്ഞ സർക്യൂട്ടിലൂടെ ഭൂമിയിലേക്കുള്ള വൈദ്യുതിയുടെ ഒഴുക്കിന്റെ തീവ്രത കൂട്ടുകയും അതുവഴി ഫ്യൂസ് വയറിൽ താപം വർദ്ധിച്ച് അത് ഉരുകി പോവുകയോ അല്ലെങ്കിൽ ELCB പ്രവർത്തിച്ചിട്ട് ഈ ഒരു വ്യക്തി വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുന്നതുകൊണ്ട് തന്നെ ഇത് കൈകാര്യം ചെയ്യുന്ന ആളുടെ സുരക്ഷ ഉറപ്പുവരുത്തുന്നു. എർത്ത് പിന്നിന് മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. എർത്ത് പിന്നിന് മറ്റ് 2 പിന്നുകളെ അപേക്ഷിച്ച് വണ്ണവും നീളവും കൂടുതലായിരിക്കും. നീളം ആയതുകൊണ്ട് തന്നെ ഈ 3 പിൻ സോക്കറ്റിലേക്ക് ഘടിപ്പിക്കുമ്പോൾ എർത്ത് പിൻ സർക്യൂട്ടുമായി ആദ്യം സമ്പർക്കത്തിൽ വരികയും 3 പിൻ സോക്കറ്റിൽ നിന്ന് ഊരുമ്പോൾ എർത്ത് പിൻ അവസാനം സമ്പർക്കം വിച്ഛേദിക്കപ്പെടുകയും ചെയ്യുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ ഒരു സർക്യൂട്ടിന് പൂർണ്ണ സുരക്ഷ ഉറപ്പുവരുത്തുകയും ചെയ്യുന്നുണ്ട്. ക്ലിയർ? ഇനി ഒരു ചോദ്യം, നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി ഏതാണ്? AC ആണോ DC ആണോ? നമ്മുടെ വീടുകളിൽ ലഭിക്കുന്ന വൈദ്യുതി AC ആണ്. എന്നാൽ പല ഉപകരണങ്ങളും DC-യിലാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ വീടുകളിലെ പല ഉപകരണങ്ങളും DC-യിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് DC ആണ് ലഭിക്കുന്നത്. ആണല്ലോ, മൊബൈൽ ഫോൺ ബാറ്ററിയിൽ നിന്ന് DC ആണ് ലഭിക്കുന്നത്. എന്നാൽ അത് ചാർജ് ചെയ്യുമ്പോൾ AC അല്ലേ ഉപയോഗിക്കുന്നത്? AC കറണ്ട് യൂസ് ചെയ്തിട്ടല്ലേ നമ്മൾ മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്നത്? അപ്പോൾ DC-യിൽ മാത്രം പ്രവർത്തിക്കുന്ന ചില ഉപകരണങ്ങളും AC-യെ DC ആക്കി മാറ്റിയാണ് പ്രവർത്തിക്കുന്നത്. നമ്മുടെ മൊബൈൽ ഫോണിന്റെ ചാർജർ എന്ത് ചെയ്യുന്നു? AC കറണ്ടിനെ DC ആക്കി മാറ്റുന്നു. എന്നിട്ടാണ് മൊബൈൽ ഫോൺ ബാറ്ററിയിൽ അത് സ്റ്റോർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോ AC-യെ DC ആക്കി മാറ്റുന്ന ഉപകരണം എന്ന് നമ്മൾ പറഞ്ഞു. എന്താണ്? മൊബൈൽ ഫോൺ ചാർജറാണ്. അതുപോലെ തന്നെ മറ്റൊരു സംവിധാനമാണ് റെക്ടിഫയർ. AC-യെ DC ആക്കി മാറ്റുന്ന ഒരു സംവിധാനമാണ് റെക്ടിഫയർ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ ഇൻഡക്ടറോ ഉപയോഗിച്ച് 230 വോട്ട് AC-യെ ഉപകരണത്തിന് ആവശ്യമായിട്ടുള്ള 12 വോട്ട് 6 വോട്ട് തുടങ്ങിയ വോൾട്ടേജിലേക്ക് താഴ്ത്തിയ ശേഷമാണ് DC ആക്കി മാറ്റുന്നത്. AC-യെ DC ആക്കി മാറ്റുന്ന സംവിധാനമാണ് റെക്ടിഫയർ. ഒരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറോ അല്ലെങ്കിൽ ഇൻഡക്ടറോ ഒക്കെ ഉപയോഗിച്ചിട്ട് 230 വോട്ട് AC-യെ ഉപകരണത്തിന് ആവശ്യമായിട്ടുള്ള വോൾട്ടേജ് അനുസരിച്ച് കുറച്ചിട്ട് എന്ത് ചെയ്യും? DC ആക്കിയാണ് മാറ്റുക. അപ്പൊ ഡയോഡ് എന്നറിയപ്പെടുന്ന ഒരു ഇലക്ട്രോണിക് ഘടകമാണ് ഇതിലെ പ്രധാനപ്പെട്ട ഭാഗം. ഇത് വൈദ്യുതിയെ ഒരു ദിശയിലേക്ക് മാത്രമാണ് കടത്തിവിടുന്നത്. ഡയോഡ് വൈദ്യുതിയെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തിവിടുന്നു. ഇത്തരത്തിലുള്ള റെക്ടിഫയറുകൾ കൂടാതെ വിവിധ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉപയോഗിച്ചുള്ള റെക്ടിഫയറുകളാണ് ഇപ്പോൾ കൂടുതൽ പ്രചാരത്തിലുള്ളത്. അപ്പോൾ വൈദ്യുതിയെ ഒരു ദിശയിലേക്ക് മാത്രം കടത്തിവിട്ടിട്ടാണ് ഡയോഡ് എന്ത് ചെയ്യുന്നത്? ഇത്തരത്തില് ഈ കൂടിയ വോൾട്ടത ഉള്ളതിനെ നമ്മുടെ ഇൻസ്ട്രുമെന്റ്സിന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള കുറഞ്ഞ വോൾട്ടതയിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് DC ആക്കി മാറ്റുന്നത്. അപ്പോൾ ഈ ഡയോഡാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ഈ റെക്ടിഫയറിലെ പ്രധാനപ്പെട്ട ഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്? റെക്ടിഫയറുകൾ കൂടുതൽ വിവിധ ഇലക്ട്രോണിക് ഘടകങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള റെക്ടിഫയറുകളാണ് ഇപ്പോൾ കൂടുതൽ നമ്മുടെ പ്രചാരത്തിലുള്ളതെന്ന് പറയുന്നു. ഓക്കെ, ഇനി അടുത്തത് ഗാർഹിക വൈദ്യുത സർക്യൂട്ടിൽ സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന വിവിധ രീതികൾ ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത്? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നോക്കാം. വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ എന്തൊക്കെ പ്രത്യേക കാര്യങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ നമ്മുടെ ബോഡിയുടെ എന്താണ്? ടെമ്പറേച്ചർ കുറയാണ്, താപനില കുറയുകയാണ്. വൈദ്യുതാഘാതം ഏൽക്കുന്ന വ്യക്തിയുടെ ബോഡിയുടെ ടെമ്പറേച്ചർ, താപനില കുറയുകയും അതുപോലെ തന്നെ രക്തത്തിന്റെ വിസ്കോസിറ്റി കൂടുകയും രക്തം കട്ട പിടിച്ച് ആ വ്യക്തിക്ക് ഹൃദയാഘാതം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വൈദ്യുതാഘാതം ഏറ്റ വ്യക്തിയെ എന്ത് ചെയ്യണം? ശരീരം തിരുമ്മി ചൂട് പിടിപ്പിക്കണം, അല്ലെ? അപ്പൊ അദ്ദേഹത്തിന്റെ ബ്ലഡിന്റെ വിസ്കോസിറ്റി കുറയും. അത് മാത്രമല്ല, ഇങ്ങനെ വൈദ്യുതാഘാതം ഏൽക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരത്തിലെ പേശികളൊക്കെ ചുരുങ്ങുകയും ചെയ്യും. അപ്പൊ ആദ്യം തന്നെ വൈദ്യുതാഘാതം ഏറ്റ ആളെ എന്ത് ചെയ്യണം? ഷോക്ക് ഏറ്റ ആളും വൈദ്യുതി കമ്പിയും തമ്മിലുള്ള ബന്ധം വിച്ഛേദിച്ച ശേഷമായിരിക്കണം പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ നിലവിൽ വന്ന വർഷം കൂടി നോട്ട് ചെയ്ത് വയ്ക്കുക. 1956. ഇന്ത്യൻ ഇലക്ട്രിസിറ്റി നിയമങ്ങൾ IE റൂൾസ് നിലവിൽ വന്നത് 1956. ഈ ഒരു ഭാഗത്ത് നിന്ന് PSC ചോദിച്ചിട്ടുള്ള കുറച്ച് മുൻവർഷ ചോദ്യങ്ങളാണ് ഇനി നമ്മൾ പരിചയപ്പെടുന്നത്. ആദ്യത്തെ ചോദ്യം, താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഇത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലത്തെ കുറിച്ചാണ്, എങ്കിലും നമ്മൾ പഠിച്ച ഭാഗവുമായി ബന്ധപ്പെട്ട് വരുന്ന ചോദ്യമാണ്. നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, നോക്കാം. ഓപ്ഷൻസ്: വൈദ്യുത മോട്ടോർ, ജനറേറ്റർ, LED ബൾബ്, സുരക്ഷാ ഫ്യൂസ്. അപ്പോൾ ഇത് ഏതാണ് ആൻസർ നിങ്ങൾക്ക് പറയാവോ? ഏതാണ് ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്?
നമ്മൾ ഗാർഹിക വൈദ്യുതി വിതരണത്തിന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന മാർഗങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ അവിടെ സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഓക്കെ, സുരക്ഷാ ഫ്യൂസ് അല്ലെങ്കിൽ സേഫ്റ്റി ഫ്യൂസിനെ കുറിച്ച് പഠിച്ചിരുന്നു. അപ്പൊ ഇനി അതിന്റെ അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്താണ് സേഫ്റ്റി ഫ്യൂസ്, അതെങ്ങനെയാണ് നിർമ്മിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. വൈദ്യുതിയുടെ താപഫലത്തെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഒരു ഉപകരണമാണ് സുരക്ഷാ ഫ്യൂസ്. ഇതിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ സുരക്ഷാ ഫ്യൂസിന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഫ്യൂസ് വയർ. ഫ്യൂസ് വയർ എങ്ങനെയാണ്, ഏതൊക്കെ ലോഹങ്ങൾ ചേർന്നിട്ടാണ് നിർമ്മിക്കുന്നത്? ടിന്നും ലെഡും ചേർന്ന ലോഹസങ്കരമാണ് ഫ്യൂസ് വയർ. ഓക്കെ, അപ്പോൾ ഈ ഫ്യൂസ് വയർ ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന ലോഹസങ്കരം ഏതാണെന്ന് മറ്റൊരു PSC ചോദ്യമാണ്. ടിന്നും ലെഡുമാണ്. ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. ഓക്കെ, ഫ്യൂസ് വയറിന് താരതമ്യേന താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളത്. ഓരോ സർക്യൂട്ടിലും അതിലൂടെ പ്രവഹിക്കേണ്ട കറണ്ടിന് അതിനനുസൃതമായിട്ടുള്ള ഫ്യൂസ് വയർ ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആയോ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ? ഒരു സർക്യൂട്ടിലെ അമിത വൈദ്യുത പ്രവാഹം ഉണ്ടാകുന്നത് മൂലമുള്ള അപകടങ്ങളിൽ നിന്ന് നമ്മയും അതുപോലെ തന്നെ ഉപകരണങ്ങളെയും ഒക്കെ സംരക്ഷിക്കുന്ന സംവിധാനമാണ് സുരക്ഷാ ഫ്യൂസ് എന്ന് പറയുന്നത്. എന്തൊക്കെ ലോഹങ്ങൾ ഉപയോഗിച്ചിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്? ടിന്നും ലെഡും ആണ്. ഈ ഫ്യൂസ് വയറിന് താഴ്ന്ന ദ്രവണാങ്കമാണ് ഉള്ളതെന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ ഫ്യൂസ് വയർ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് ശ്രേണി രീതിയിലാണ്. ഓർത്തു വെക്കണം, ഫ്യൂസ് വയറിനെ സർക്യൂട്ടിൽ ഘടിപ്പിക്കുന്നത് ശ്രേണി രീതിയിലാണ്. ഒരു ഫ്യൂസ് വയറിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ എന്ന് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടത്? ഒന്ന് താഴ്ന്ന ദ്രവണാങ്കം, അതുപോലെ തന്നെ ഉയർന്ന പ്രതിരോധവും താഴ്ന്ന ദ്രവണാങ്കവും. ഇനിയും ഹൈ വോൾട്ടേജ് ഫ്യൂസ്. എന്താണ് ഹൈ വോൾട്ടേജ് ഫ്യൂസ്? അതായത് ട്രാൻസ്ഫോർമറിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളെ ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ എന്നാണ് പറയുന്നത്. ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ ഉപയോഗിക്കുന്നത് ട്രാൻസ്ഫോർമറിലാണ്. ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹം ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ വെള്ളി, ചെമ്പ്, ഈയം എന്നിവ ഉപയോഗിച്ചിട്ടാണ് ഹൈ വോൾട്ടേജ് ഫ്യൂസുകൾ നിർമ്മിക്കുന്നത്. അതുപോലെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്യൂസുകളാണ് ഓട്ടോമോട്ടീവ് ഫ്യൂസ് എന്ന് പറയുന്നത്. ഓട്ടോമോട്ടീവ് ഫ്യൂസ് ഉപയോഗിക്കുന്നത് വാഹനങ്ങളിലാണ്. ഇനി ഷോർട്ട് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഷോർട്ട് സർക്യൂട്ട് അതായത് ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലും നെഗറ്റീവ് ടെർമിനലും തമ്മിലോ അതല്ലാന്നുണ്ടെങ്കിൽ മെയിൻ കണക്ഷനിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ സമ്പർക്കത്തിൽ വരുന്നതിനെയാണ് ഷോർട്ട് സർക്യൂട്ട് എന്ന് പറയുന്നത്. ബാറ്ററിയിലെ നെഗറ്റീവ് ടെർമിനലും പോസിറ്റീവ് ടെർമിനലും തമ്മിലോ അല്ലെങ്കിൽ മെയിൻസിലെ രണ്ട് വയറുകൾ തമ്മിലോ പ്രതിരോധമില്ലാതെ, റെസിസ്റ്റൻസ് ഇല്ലാതെ സമ്പർക്കത്തിൽ വരുമ്പോഴാണ് ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവുന്നത്. അതാണ് ഷോർട്ട് സർക്യൂട്ട്. അപ്പോൾ ഒരു സർക്യൂട്ടിൽ താങ്ങാവുന്നതിലധികം പവറുള്ള ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഓവർലോഡിംഗ് എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഭാഗവുമായി കണക്റ്റഡ് ആയിട്ട് വരുന്ന ടേംസ് ആണ്. വൈദ്യുത പ്രവാഹവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്താ വൈദ്യുത പ്രവാഹം എന്ന് പറഞ്ഞാൽ? വൈദ്യുത ചാർജുകളുടെ ഒഴുക്കിനെയാണ് വൈദ്യുത പ്രവാഹം എന്ന് പറയുന്നത്. നമ്മൾ മറ്റൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ 10th സ്റ്റാൻഡേർഡിൽ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു വൈദ്യുത ചാർജുകളുടെ ഒഴുക്കാണ് എന്ത്? വൈദ്യുത പ്രവാഹം. അപ്പൊ ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുത ചാർജിന്റെ അളവിനെയാണ് വൈദ്യുത പ്രവാഹ തീവ്രത എന്ന് പറയുന്നത്. വൈദ്യുത പ്രവാഹ തീവ്രത. പിന്നെ കറണ്ടിന്റെ യൂണിറ്റ് എന്താണ്? കറണ്ടിന്റെ യൂണിറ്റ് നമുക്കറിയാം ആംപിയർ ആണ്. കൂളോം പെർ സെക്കൻഡ് എന്നും പറയും. ആംപിയർ ആണ് കറണ്ടിന്റെ യൂണിറ്റ്. അതുപോലെ ഇലക്ട്രിക് കറണ്ട് അളക്കാനുള്ള ഉപകരണം ഏതാണ്? അമീറ്റർ ആണ്. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ എന്ത് വേണം? അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഒരു ചാലകത്തിലൂടെ വൈദ്യുതി പ്രവഹിക്കണമെങ്കിൽ അതിന്റെ അഗ്രങ്ങൾക്കിടയിൽ പൊട്ടൻഷ്യൽ വ്യത്യാസം ഉണ്ടായിരിക്കണം. ഇത്രയും പോയിന്റ്സ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഈ പോയിന്റ്സ് ഒക്കെ വരുന്നത് 10th സ്റ്റാൻഡേർഡിലെ ഓൾഡ് SCERT ഫസ്റ്റ് ലെസണിൽ വൈദ്യുത പ്രവാഹത്തിന്റെ ഫലങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലാണ്. അത് നമ്മൾ പഠിച്ചിട്ടില്ല, നമുക്ക് പഠിക്കേണ്ട ചാപ്റ്റർ ആണ്. അപ്പോൾ ഇതിലാണ് സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ഗാർഹിക വൈദ്യുതീകരണം എന്നൊരു ടോപ്പിക് നമ്മൾ പഠിച്ചതുകൊണ്ട് തന്നെ അവിടെയും സുരക്ഷാ ഫ്യൂസിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആ രണ്ട് ചാപ്റ്റേഴ്സും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഈ ഒരു ചോദ്യം വന്നിട്ടുള്ളത് കേട്ടോ. അപ്പൊ ചോദ്യം മനസ്സിലായല്ലോ? ചോദ്യം ഒന്നുകൂടി നമുക്ക് നോക്കാം. താഴെ കൊടുക്കുന്ന ഉപകരണങ്ങളിൽ ഏതിലാണ് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? ഉത്തരം എന്താണ്? സുരക്ഷാ ഫ്യൂസ് ആണ്. സുരക്ഷാ ഫ്യൂസ് നിർമ്മിച്ചിരിക്കുന്നത് ടിന്നും ലെഡും യൂസ് ചെയ്തിട്ടാണ് കേട്ടോ. ഫ്യൂസ് വയർ നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കാം.
ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ആൻസർ സിമ്പിൾ ആയിട്ട് നമുക്ക് പറയാം. ഏതാണ് ആൻസർ ഗാൽവനോമീറ്റർ ആണ്. ഗാൽവനോമീറ്റർ ഒരു സർക്യൂട്ടിലെ നേരിയ കറണ്ടിന്റെ സാന്നിധ്യവും ദിശയും അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്താ? ഗാൽവനോമീറ്റർ. അമീറ്റർ എന്താണെന്ന് നമ്മൾ പറഞ്ഞത്? ഇലക്ട്രിക് കറണ്ട് അളക്കാനുള്ള ഉപകരണമാണ് അമീറ്റർ. വൈദ്യുത പ്രവാഹം അളക്കാനായിട്ടാണ് അമീറ്റർ യൂസ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ വോൾട്ട് മീറ്റർ പൊട്ടൻഷ്യൽ വ്യത്യാസം അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് വോൾട്ട് മീറ്റർ. റെക്ടിഫയർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ചാപ്റ്ററിൽ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിച്ചിരുന്നു. AC യെ DC ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ട് റെക്ടിഫയർ ഉപയോഗിക്കുന്നുണ്ട്. AC യെ DC ആക്കി മാറ്റാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. AC യെ DC ആക്കി മാറ്റുന്നത് റെക്ടിഫയർ ആണെങ്കിൽ DC യെ AC ആക്കി മാറ്റുന്നത് ഓസിലേറ്റർ ആണ്. ഓർത്ത് വെക്കണേ. AC യെ DC ആക്കി മാറ്റുന്നത് റെക്ടിഫയർ, DC യെ AC ആക്കി മാറ്റുന്നത് ഓസിലേറ്റർ ആണ്. ഇനി ഈ ചോദ്യം ഇത് ഒരു PYQ ആണ്. AC യെ DC ആക്കി മാറ്റുന്നതിനുള്ള ഉപകരണം ഏതാണെന്ന്? റെക്ടിഫയർ ആണ്. പിന്നെ വരുന്ന എക്സാമുകളിൽ നമുക്ക് തിരിച്ചും ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഒരേ ദിശയിൽ പ്രവഹിക്കുന്ന വൈദ്യുതിയാണ് നേർധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഡയറക്റ്റ് കറണ്ട്. അതുപോലെ ക്രമമായ ഇടവേളകളിൽ ദിശ മാറിക്കൊണ്ടിരിക്കുന്ന വൈദ്യുതിയാണ് പ്രത്യാവർത്തി ധാരാ വൈദ്യുതി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഓക്കെ, പക്ഷെ നമ്മൾ DC യേക്കാൾ വ്യാപകമായിട്ട് നമ്മളെ വീടുകളിലൊക്കെ ആണെങ്കിൽ ഉപയോഗിക്കുന്ന എന്താണ്? AC കറണ്ട് ആണ് അല്ലെ? AC കറണ്ട് ആണ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. PSCയുടെ മറ്റൊരു PYQ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏതാണെന്ന്. ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏതാണ്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്. മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. എന്താണ് മ്യൂച്വൽ ഇൻഡക്ഷൻ? സമീപസ്ഥങ്ങളായി സ്ഥിതി ചെയ്യുന്ന രണ്ട് കമ്പിച്ചുറ്റുകളിൽ ഒന്നിലെ വൈദ്യുത പ്രവാഹ തീവ്രതയിലോ ദിശയിലോ മാറ്റം ഉണ്ടാകുമ്പോൾ അതിന് ചുറ്റുമുള്ള കാന്തിക ഫ്ലക്സിനും മാറ്റം ഉണ്ടാകും. അതിന്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? രണ്ടാമത്തെ കമ്പിച്ചുറ്റിൽ ഒരു EMF പ്രേരിതമാവും. ആ ഒരു പ്രതിഭാസത്തെയാണ് എന്ത് പറയുന്നത്? മ്യൂച്വൽ ഇൻഡക്ഷൻ. അപ്പോൾ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. സെൽഫ് ഇൻഡക്ഷൻ എന്തായിരുന്നു? ഓർക്കുന്നുണ്ടോ? ഒരു സോളിനോയിഡ് ഉണ്ടാവുള്ളൂ അല്ലെ? ഒരു സോളിനോയിഡിൽ AC പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന ഫ്ലക്സ് വ്യതിയാനം അതേ ചാലകത്തിൽ തന്നെയാണ് എന്ത് ചെയ്യുക? വൈദ്യുത പ്രവാഹത്തെ എതിർക്കുന്ന രീതിയിൽ ഒരു ബാക്ക് EMF ഉണ്ടാവും. അതാണ് എന്താ? സെൽഫ് ഇൻഡക്ഷൻ. ചോദ്യം ഇങ്ങനെ വരാട്ടോ. ബാക്ക് EMF ഏതിലാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? സെൽഫ് ഇൻഡക്ഷനിലാണ് അല്ലെ? സെൽഫ് ഇൻഡക്ഷൻ എന്ന പ്രോസസ്സിലാണ് ബാക്ക് EMF ഉണ്ടാവുന്നത്. ഇനി അതുപോലെ തന്നെ ഇലക്ട്രിക് ചോക്ക് ഇല്ലേ? ഇലക്ട്രിക് ചോക്കിന്റെ പ്രവർത്തന തത്വം ഏതാണെന്ന് ചോദ്യം വരാം. അതെന്താണ്? സെൽഫ് ഇൻഡക്ഷൻ ആണ്. ഇലക്ട്രിക് ചോക്കിലെ പ്രവർത്തന തത്വം സെൽഫ് ഇൻഡക്ഷൻ ആണ്. വൈദ്യുത കാന്തിക പ്രേരണം എന്താണ്? വൈദ്യുത കാന്തിക പ്രേരണം കാന്തിക ഫ്ലക്സിന് മാറ്റം വരുമ്പോഴാണ് എന്തുണ്ടാവുന്നത്? വൈദ്യുതി പ്രേരിതമാവുന്നത്. അതിനെയാണ് എന്ത് പറയുന്നത്? ആ ഒരു സിറ്റുവേഷൻ, ആ ഒരു പ്രതിഭാസത്തെയാണ് വൈദ്യുത കാന്തിക പ്രേരണം എന്ന് പറയുന്നത്. ഇനി വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങൾ ഏതൊക്കെയായിരുന്നു നമ്മൾ പറഞ്ഞു? ഏതൊക്കെയാണ്? ജനറേറ്റർ, ട്രാൻസ്ഫോമർ, മൈക്രോഫോൺ, ഇൻഡക്ഷൻ കോയിൽ. ഇതൊക്കെ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന ഉപകരണങ്ങളാണ്. ഈ വൈദ്യുത കാന്തിക പ്രേരണ തത്വം അല്ലെ വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ രണ്ട് ഫോംസ് ആണ് സെൽഫ് ഇൻഡക്ഷനും മ്യൂച്വൽ ഇൻഡക്ഷനും വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ രണ്ട് ടൈപ്സ് ആണ്. എക്സാമിന് ചോദ്യം എങ്ങനെയാണെങ്കിലോ, ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം ഏത്? നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്നാണ് തീർച്ചയായിട്ടും ഓപ്ഷനിലേക്ക് നോക്കുക. ഓപ്ഷനിൽ നോക്കുമ്പോൾ മ്യൂച്വൽ ഇൻഡക്ഷൻ ഇല്ല, വൈദ്യുത കാന്തിക പ്രേരണമാണ് ഉള്ളതെങ്കിൽ അത് എഴുതുക. അതാണ് പറഞ്ഞത്. വൈദ്യുത കാന്തിക പ്രേരണത്തിന്റെ രണ്ട് ഫോംസ് ആണ് മ്യൂച്വൽ ഇൻഡക്ഷനും അതുപോലെ തന്നെ സെൽഫ് ഇൻഡക്ഷനും. ഈ ഒരു കേസിൽ ഓപ്ഷൻ നോക്കിയിട്ട് വേണം ആൻസറിലേക്ക് വരാൻ വേണ്ടിയിട്ട്. അടുത്തൊരു ചോദ്യം, മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം എന്താണ്? ഓപ്ഷൻസ് എങ്ങനെയാണ്? വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു, യാന്ത്രികോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു, വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായിട്ട് മാറുന്നു. ഇതിൽ ഏതാണ്? ഓപ്ഷൻസ് നോക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആൻസർ കിട്ടും. ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് എന്താ? മൈക്രോഫോണിലെ ഊർജ്ജ പ്രവർത്തനം എന്ന് പറയുന്നത് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ്. ഇനി പ്രകാശ സംശ്ലേഷണം നടക്കുന്ന സമയത്തെ എങ്ങനെയാണ് ഊർജ്ജത്തിന്റെ പരിവർത്തനം എങ്ങനെയാണ് നടക്കുന്നത്? പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കിയിട്ടാണ് മാറ്റുന്നത് അല്ലെ? അതുപോലെ തന്നെ ഇലക്ട്രിക് മോട്ടോർ ആണെങ്കിലോ, ഇലക്ട്രിക് മോട്ടോർ വൈദ്യുതോർജ്ജത്തെ യാന്ത്രികോർജ്ജമാക്കി മാറ്റുകയാണ്. ജനറേറ്റർ എങ്ങനെയാണ്? ജനറേറ്റർ നേരെ തിരിച്ചാണ് അല്ലെ? യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ്. അതുപോലെ തന്നെ ലൗഡ് സ്പീക്കർ ആണെങ്കിലോ, ലൗഡ് സ്പീക്കർ വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുകയാണ്. ലൗഡ് സ്പീക്കർ
വൈദ്യുതോർജ്ജത്തെ ശബ്ദോർജ്ജമാക്കി മാറ്റുന്നു. മൈക്രോഫോൺ ആണെങ്കിൽ നേരെ തിരിച്ച് ശബ്ദോർജ്ജത്തെ വൈദ്യുതോർജ്ജമായിട്ടും മാറ്റുന്നു. ഓർത്തു വെക്കണം, ഈ മോട്ടറും ജനറേറ്ററും തമ്മിൽ തിരിയരുത്. അതുപോലെ ലൗഡ് സ്പീക്കറും മൈക്രോഫോണും തമ്മിൽ തിരിഞ്ഞു പോകരുത്. ക്ലിയർ ആയല്ലോ? സോളാർ സെല്ലാണെങ്കിൽ എങ്ങനെയാ? സോളാർ സെല്ല് സൗരോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്നതാണ് അല്ലേ? ഓക്കെ. നമ്മൾ ഈ ഡൈനാമോയും നമ്മുടെ ഈ ജനറേറ്ററിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ യാന്ത്രികോർജ്ജത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. ഈ ഭാഗത്തു നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് PSC. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഒരു ഗ്രഹ വൈദ്യുതീകരണ സർക്യൂട്ടില് ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഏത് ലൈനിലാണ്? ഒരു ഗ്രഹ വൈദ്യുതീകരണ സർക്യൂട്ടില് ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഏത് ലൈനിലാണ്? നമ്മൾ ഇന്നലെ ഒരു ഗ്രഹ വൈദ്യുതീകരണവുമായി ബന്ധപ്പെട്ട ഒരു ഇമേജ് കണ്ടിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ അത് വെച്ച് നമുക്ക് നോക്കാം. ഒരു ഗ്രഹ വൈദ്യുതീകരണ സർക്യൂട്ടിൽ ഫ്യൂസുകൾ ഘടിപ്പിക്കേണ്ടത് ഏത് ലൈനിലാണ്? എർത്ത് ലൈൻ, ന്യൂട്രൽ ലൈൻ, എവിടെയും ഘടിപ്പിക്കാം, ഫേസ് ലൈൻ. എന്താണ് ആൻസർ വരുന്നത്? അത് നമുക്ക് ഈ ഇമേജ് ഒന്ന് നോക്കാം. ഈ ഇമേജിൽ ഒന്ന് നോക്കിക്കോളൂ. എവിടെയാണ് ഈ ഒരു ഗ്രഹ വൈദ്യുതീകരണത്തിൽ എവിടെയാണ് ഈ ഒരു ഫ്യൂസ് ഘടിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കാം. ഈ ചാപ്റ്ററിന്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പരിചയപ്പെട്ട ഒരു ട്രീ സിസ്റ്റം ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു പോസ്റ്റിലൂടെ പോയിരിക്കുന്നത് അത് 3 ഫേസും ഒരു ന്യൂട്രലും ആണ്. അപ്പോൾ അതിൽ നിന്ന് ഒരു ഫേസ് ലൈനും ഒരു ന്യൂട്രൽ ലൈനും ആണ് ഒരു kW/h മീറ്ററിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് ഫേസ് ലൈന്, ബ്ലാക്ക് കളറിൽ ന്യൂട്രൽ ലൈൻ പോയിട്ടുണ്ട്, പിന്നെ ഗ്രീൻ കളറിൽ എർത്തും പോയിട്ടുണ്ട്. അപ്പോൾ ആ റെഡ് ലൈനിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്? മെയിൻ ഫ്യൂസ് ഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അല്ലെ? മെയിൻ സ്വിച്ചിലേക്ക് വരുന്നതിന് മുൻപ് മെയിൻ ആയിട്ടുള്ള ഒരു ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. മെയിൻ ഫ്യൂസ് എവിടെയാണ് ഘടിപ്പിച്ചിരിക്കുന്നത് നോക്കാം. എവിടെയാണ്? ഫേസ് ലൈനിലാണ്. അപ്പൊ ആൻസർ എന്താണ്? ഫേസ് ലൈൻ ആണ്. ഇനി ഈ ഗാർഹിക സർക്യൂട്ടിലെ ന്യൂട്രൽ വയറിന്റെ കളറാണ് എന്ത്? കറുപ്പ്. ചില വയറിങ്ങിൽ കൊടുക്കുമ്പോൾ അവിടെ നീല കളറിലുള്ളതും കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗാർഹിക സർക്യൂട്ടിലെ ഫേസ് വയറിന്റെ നിറം എന്ന് പറയുന്നത് എന്താണ്? ചുവപ്പാണ്. ഫേസ് വയറിന്റെ നിറം ചുവപ്പാണ്. ലൈവ് വയർ എന്നും പറയാറുണ്ട് കേട്ടോ. ഫേസ് വയറിനെയാണ് ലൈവ് വയർ എന്നും പറയാറ്. ചുവപ്പ് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളറൊക്കെ കൊടുത്ത് കാണാറുണ്ട്. പിന്നെ ഗാർഹിക സർക്യൂട്ടിൽ എർത്ത് വയറിന്റെ കളർ എന്താണ്? പച്ചയാണ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള വൈദ്യുതിയുടെ അളവ് എത്രയാ? അത് 230 വാട്ട് ആണ് അല്ലെ? നമ്മൾ പഠിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പോൾ ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും ഭൂമിയും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ് നമ്മൾ പഠിച്ചു? 230 വാട്ട് ആണ്. വ്യാവസായികമായിട്ടുള്ള ആവശ്യങ്ങൾക്കാണെങ്കിൽ എങ്ങനെയാ? 400 വാട്ട് ആണ്. ഇനി ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 230 വാട്ട് ആണ്. ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വാട്ട് ആണ്. അതേപോലെ തന്നെ ഗാർഹിക വിതരണ ട്രാൻസ്ഫോമറിലെ വിതരണ ലൈനുകളിലെ ഒരു ഫേസ് ലൈനും അതുപോലെ എർത്തും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം ചോദിച്ചാലും 230 വാട്ട് തന്നെയാണ് ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ. ഇതേപോലെ തന്നെ ഒരു ഫേസ് ലൈനും ന്യൂട്രലും തമ്മിലുള്ള പൊട്ടൻഷ്യൽ വ്യത്യാസം 230 വാട്ടും ആണ്. വൈദ്യുതോർജ്ജം വ്യാവസായികമായി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണത്തിന്റെ പേരെന്താണ്? വ്യാവസായികമായിട്ടുള്ളതാണെങ്കിൽ അത് വാട്ട്/അവർ മീറ്റർ ആണ്. വാട്ട്/അവർ മീറ്റർ. അപ്പോൾ ഈ വൈദ്യുതോർജ്ജത്തിന്റെ വ്യാവസായിക യൂണിറ്റിനെയാണ് എന്ത് പറയുന്നത്? kW/h എന്ന് പറയുന്നത്. kW/h. ഓക്കെ. ഇനി വീടുകളിലെ വൈദ്യുതീകരണത്തിന് ഉപയോഗിക്കുന്ന സംവിധാനം ഏതാണ്? സമാന്തര രീതിയിലുള്ള വയറിംഗ് ആണ്. സമാന്തര രീതിയിലുള്ള വയറിംഗ് സംവിധാനമാണ് വീടുകളിലെ വൈദ്യുതീകരണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. കുറച്ച് ഒരു 3-4 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ വരുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു ചാപ്റ്റർ തന്നെയാണ് ഇത് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് ഇത് പഠിച്ചു വെക്കുക. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ചാപ്റ്റർ പഠിച്ചു വെച്ചാൽ നമുക്ക് മാർക്ക് ഈ ഭാഗത്തു നിന്നുള്ള മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാൻ വിട്ടുപോയിട്ടുള്ളവർ തീർച്ചയായിട്ടും ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യുക. അവിടെ നമ്മുടെ റിവിഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ റിവിഷൻ ഡെയിലി പ്ലാനോട് കൂടിയിട്ടുള്ള പോൾസും ക്യൂസസും വീക്ക്ലി എക്സാംസും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഒരു റിവിഷൻ പ്ലാനാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും SCERT കംപ്ലീറ്റ് ചെയ്യാൻ ഈ ഒരു സീരീസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആകും. അപ്പോൾ ഏതൊരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിലും ഈ ഒരു സീരീസ് നമുക്ക് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യും. പ്രത്യേകിച്ച് LP, UP, VFA, BEVCO, LD അങ്ങനെ വരുന്ന ഫോഴ്സിൻ്റെ എക്സാമുകൾ അങ്ങനെയുള്ള എക്സാമുകൾക്കൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഒരു ബേസ് തീർച്ചയായിട്ടും SCERT ലെസൺസ് ഓറിയൻറ്റഡ് ആയിട്ടാണ് പഠിക്കേണ്ടത്. LP, UPക്കാരൊക്കെ പ്രത്യേകിച്ച് ആദ്യം SCERT നല്ലൊരു അടിസ്ഥാനം ഉണ്ടാക്കിയതിന് ശേഷമാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ LP, UPയുടെ പ്രിപ്പറേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് SCERTയുടെ പഠനമാണ്. തീർച്ചയായിട്ടും ഈ ഒരു സീരീസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അതുപോലെ ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലേക്ക് കൂടി എത്തിക്കുക. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.